So hey guys, welcome back to my channel. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ OnePlus 9R പറ്റിയായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. OnePlus 9 സീരീസിലെ ഏറ്റവും കൂടുതൽ ഇഗ്നോർ ആയപ്പെട്ട സ്മാർട്ട് ഫോൺ ആണ് OnePlus 9R. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം OnePlus 9 and 9 Pro ആണ് ഇറക്കിയത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർ OnePlus 9R മാർക്കറ്റിൽ ഇറക്കിയത്. അത് കാരണം OnePlus 9R പറ്റി ആരും സംസാരിക്കാറ് പോലുമില്ല. എന്തുകൊണ്ട് നിങ്ങൾ OnePlus 9R വാങ്ങിക്കണം അതിനെപ്പറ്റിയായിരിക്കും ഞാൻ ഈ വീഡിയോക്കകത്ത് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം വെച്ചാൽ ഇനിയും ഇതുപോലെ തന്നെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. 90% എൻ്റെ ഓഡിയൻസ് സബ്സ്ക്രൈബ് ചെയ്യാറില്ല. ഫസ്റ്റ് 10% ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാരണം വെച്ചാൽ ഇനിയും ഇതുപോലെ തന്നെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. പിന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ബെല്ലൈക്കൺ എടുക്കുക. ഞാൻ എപ്പോൾ വീഡിയോയിലും നിങ്ങളുടെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണോട് ഞെക്കിക്കുക. അപ്പോൾ കൂടുതൽ സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ വർഷത്തെ OnePlus 9 സീരീസിന്റെ പ്രൈസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയിക്കും. 50,000, 60,000, 70,000 രൂപ വരെ പോകുന്നുണ്ട് OnePlus 9 and 9 Proന്റെ. ഇതൊക്കെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. പക്ഷെ OnePlus 9R ഇപ്പോഴും ഫ്ലാഗ്ഷിപ്പ് കില്ലർ ആണ്. ഈ ഫോൺ നിങ്ങൾക്ക് 40,000 രൂപയ്ക്ക് വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് കില്ലറും കൂടെയാണ്. ഇതൊരു വെർത്തി ഡീലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ OnePlus 9 പോകുന്നതിന് പകരം ഞാൻ പറയുന്നത് 9R പോകുന്നതായിരിക്കും ഭേദം. അതായിരിക്കും കുറച്ചുകൂടെ ലാഭവും. വലിയ അപ്ഗ്രേഡ്സും കാര്യങ്ങളും ഒന്നുമില്ല OnePlus 9Rഉം 9ഉം തമ്മിൽ. കുറച്ച് അപ്ഗ്രേഡ്സേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഈ രണ്ട് സ്മാർട്ട് ഫോൺസ് തമ്മിൽ. അപ്പോൾ ഫസ്റ്റ് OnePlus 9Rന്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് ഗ്ലാസ് ബാക്ക് ആണ് കിട്ടുന്നത്. ഗ്ലാസ് ബാക്ക് നല്ല മെറ്റീരിയലിനെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഗ്ലോസി ഫിനിഷ് ആണെന്നും കൂടെ നിങ്ങളൊന്ന് ഓർത്തോണം. ഈ വർഷത്തെ 3 സ്മാർട്ട് ഫോണിനകത്തും ഗ്ലോസി ഫിനിഷ് ആണ് നിങ്ങൾക്ക് കിട്ടിയത് ബാക്കിൽ. അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തോണം. പിന്നെ ഗോറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഉണ്ട് ബാക്കിൽ. ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം പക്ക തന്നെയാണ് ബിൽഡ് ക്വാളിറ്റിയെ പറ്റി. പക്ഷെ ഒരു ഡൗൺ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സൈഡ്സ് പ്ലാസ്റ്റിക് ഫ്രെയിം ആണ്. അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തോണം. ഇപ്പൊ നിങ്ങൾ OnePlus 9 നോക്കിയാലും അതിന്റെ സൈഡ് പ്ലാസ്റ്റിക് ഫ്രെയിം തന്നെയാണ്. പക്ഷെ OnePlus 9 Pro അലുമിനിയം ഫ്രെയിം ആണ്. അപ്പോൾ ഈ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ OnePlus 9ഉം 9Rന്റെ പ്രൈസിങ് കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 9ന്റെ പ്രൈസിങ് കൂടുതലാണ്. എന്നിട്ടും അതിൽ പ്ലാസ്റ്റിക് നിങ്ങൾക്ക് ഫ്രെയിമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തോണം. OnePlus 9R ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ടു പെർഫോമൻസ് റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല രണ്ട് ഫോണകത്ത്. പക്ഷേ പ്ലാസ്റ്റിക് ഫ്രെയിം ഉപയോഗിച്ചിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ ഓർത്തോണം. പലവരും കേസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. പക്ഷെ അവരൊന്നും നോട്ടീസ് ഒന്നും ചെയ്യാറില്ല ഈ പ്ലാസ്റ്റിക് ഫ്രെയിമും കാര്യങ്ങളൊക്കെ. അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തോണം. രണ്ട് ഫോൺസിനകത്ത് നിങ്ങൾക്ക് നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. ഗോറില്ല ഗ്ലാസിന്റെ സപ്പോർട്ടും കാര്യങ്ങളുണ്ട്. രണ്ട് സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് ഹെഡ്ഫോൺ ജാക്ക് ഒന്നും കിട്ടുന്നില്ല. അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തോണം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. OnePlus 9Rനകത്ത് നിങ്ങൾക്ക് വയർലെസ് ചാർജിങ്ങിന്റെ ഓപ്ഷൻ കിട്ടുന്നില്ല. പക്ഷെ OnePlus 9നകത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തേക്കണം. OnePlus 9Rന്റെ നിങ്ങൾ ഗ്ലോബൽ വേരിയന്റ് നോക്കുവാണെങ്കിൽ അതിനകത്ത് വയർലെസ് ചാർജിങ്ങിന്റെ ഓപ്ഷനും കാര്യങ്ങളുണ്ട്. പക്ഷെ ഇന്ത്യൻ വേരിയന്റിനകത്ത് വയർലെസ് ചാർജിങ്ങിന്റെ ഓപ്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. അതേ ഉള്ളൂ എനിക്ക് പറയാൻ ഇതിനകത്ത്. അവർ വയർലെസ് ചാർജിങ് വേണമെങ്കിൽ അവർക്ക് വെക്കായിരുന്നു ഇന്ത്യൻ വേരിയന്റിനകത്ത്. പക്ഷെ അവർ വെച്ചില്ല ഇതിനകത്ത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർത്തോണം. ബിൽഡ് ക്വാളിറ്റിയിൽ ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു. നിങ്ങൾക്ക് സെയിം ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത്. ഞാൻ OnePlus 9R OnePlus 8 ആയിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ അതാണ് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. OnePlus 8 ആയിട്ട് നിങ്ങൾക്ക് ഈ രണ്ട് സ്മാർട്ട് ഫോണും കാണാനൊക്കെ പറ്റും. അതുപോലത്തെ സെയിം ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും ഡിസൈനും പെർഫോമൻസും കാര്യങ്ങൾ തന്നെയാണ് ഈ വർഷം നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നെക്സ്റ്റ് OnePlus 9Rന്റെ ഡിസ്പ്ലേയും കാര്യങ്ങളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിനകത്ത് നല്ല ഡിസ്പ്ലേ തന്നെയാണ് കിട്ടുന്നത്. 6.55 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സ്ക്രീനിംഗ് ആയിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. HDR10+ന്റെ സപ്പോർട്ട് ഉണ്ട് ഈ സ്മാർട്ട് ഫോൺ. അത് 402 ppi സ്ക്രീൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 402 പിക്സൽസ് പെർ ഇഞ്ചിന്റെ സ്ക്രീൻ കിട്ടുന്നുണ്ട് ഏകദേശം നിങ്ങൾക്ക് പറയാൻ പറ്റും. പിന്നെ 1200 നിറ്റ്സിന്റെ ഏകദേശം റഫ് എസ്റ്റിമേഷൻ ആണ് ഇത്. 1200 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് സ്ക്രീൻ ഇതിനകത്ത് ഈ സ്മാർട്ട് ഫോണകത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല സ്ക്രീൻ തന്നെയാണ് ഈ സ്മാർട്ട് ഫോണകത്ത് ഇവർ തന്നിരിക്കുന്നത്. OnePlus 9നകത്ത് കിട്ടുന്ന പോലെ അതേ സ്ക്രീൻ ക്വാളിറ്റി തന്നെ ആയിരിക്കും OnePlus 9Rനകത്തും കിട്ടുന്നത്. ഇത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, കർവും കാര്യങ്ങളൊന്നുമില്ല. 1080p ഡിസ്പ്ലേയും കൂടെ ആണെന്ന് നിങ്ങളൊന്ന് ഓർത്തോണം. പിന്നെ ഗോറില്ല ഗ്ലാസ് 5ന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവറോൾ ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നല്ല തന്നെയാണ്. ഇതിന്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ എന്തിന് നിങ്ങൾ OnePlus 9ലോട്ട് പോകണം അതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഇതേ സെയിം ഡിസ്പ്ലേ തന്നെ നിങ്ങൾക്ക് OnePlus 9Rനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ OnePlus 9Rൽ പോകുന്നതായിരിക്കും ഭേദം. ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ OnePlus 9ന്റെ അതേ സെയിം ഡിസ്പ്ലേ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് തന്നെ ഉള്ളായിരുന്നു OnePlus 9Rന്റെ ഡിസ്പ്ലേ പറ്റി. അപ്പോൾ നെക്സ്റ്റ് OnePlus 9Rന്റെ പെർഫോമൻസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് OnePlus 9Rനകത്ത് Snapdragon 870 ആണ് കിട്ടുന്നത്. ഇത് 5G ചിപ്സെറ്റും കൂടെയാണ്. അപ്പോൾ Snapdragon 870 നിങ്ങൾക്ക് Snapdragon 865+ ആയിട്ട് നിങ്ങൾക്ക് കാണപ്പെടാം. അതുകൊണ്ടാണ് ഞാൻ OnePlus 8 ആയിട്ട് ഞാൻ OnePlus 9R ആയിട്ട് പറയുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരേ പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ക്ലോക്ക് സ്പീഡിൽ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട് 870-കകത്ത്. അപ്പോൾ സ്നാപ്ഡ്രാഗൺ 865+ന്റെ മെയിൻ കോർ നിങ്ങൾക്ക് അറിയിക്കും അത് 3.1 GHz ബേസ്ഡ് ആണ്. പക്ഷേ ഇത് 3.2 GHz ആണെന്ന് പറയുന്നുണ്ട് സ്നാപ്ഡ്രാഗൺ 870. ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതേ പെർഫോമൻസ് തന്നെ രണ്ട് സ്മാർട്ട് ഫോണിനകത്തും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് OnePlus 8 OnePlus 9R ആയിട്ട് നിങ്ങൾക്ക് കാണപ്പെടാം അതിന്റെ പെർഫോമൻസും കാര്യങ്ങളെ പറ്റി. അപ്പോൾ ഏകദേശം ഒരേ പെർഫോമൻസും കാര്യങ്ങളും തന്നെയാണ് രണ്ട് സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു കോംപ്രമൈസും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ പെർഫോമൻസിന് ഒരു സ്മാർട്ട് ഫോൺ മേടിക്കുകയാണെങ്കിൽ ഞാൻ OnePlus 9R തന്നെയായിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന്റെ GPU ആണെങ്കിൽ Adreno 650 ആണ്. ഇപ്പോൾ നിങ്ങൾ ഗെയിമിംഗ് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമൊന്നും വരത്തില്ല. ഇപ്പോൾ നിങ്ങൾ ഗെയിമിങ്ങിൽ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് OnePlus 9R ഒരു നല്ല ഓപ്ഷൻ തന്നെയായിരിക്കും ഈ പ്രൈസ് റേഞ്ചിങ്ങിനകത്ത്. അപ്പോൾ നെക്സ്റ്റ് സ്മാർട്ട് ഫോണിന്റെ സ്റ്റോറേജ് വേരിയൻസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോൺ അത് നിങ്ങൾക്ക് 128GB 8GB റാമിന്റെ വേരിയന്റ് കിട്ടുന്നുണ്ട്, 256GB 12GB റാമിന്റെ വേരിയന്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ രണ്ട് വേരിയൻസും നിങ്ങൾക്ക് UFS 3.1 സപ്പോർട്ടിനകത്താണ് വരുന്നത്. അപ്പോൾ നല്ല സ്റ്റോറേജ് സ്പീഡ് തന്നെയാണ് UFS 3.1. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തേക്കണം. അപ്പോൾ നല്ല കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് OnePlus 9Rനകത്ത് കിട്ടുന്നത്. OnePlus 9ലോട്ട് പോകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്പെൻഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. പക്ഷേ ചില ആസ്പെക്ട്സിൽ OnePlus 9 തന്നെയാണ് ഭേദം. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ആസ്പെക്ട് ആണ് ക്യാമറാസ്. അപ്പോൾ ഈ വർഷത്തെ OnePlus 9Rലെ ക്യാമറാസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 14 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ്, f1.7 അപ്പർച്ചർ ബേസ്ഡ്. പിന്നെ 16 മെഗാപിക്സൽ അൾട്രാ വൈഡ് ക്യാമറ ഉണ്ട്, 5 മെഗാപിക്സലിലെ നിങ്ങൾക്ക് ഡെപ്ത് ക്യാമറയുണ്ട്, 2 മെഗാപിക്സലിലെ മാക്രോ ക്യാമറയുണ്ട്. പക്ഷേ ഈ 14 മെഗാപിക്സലിലെ മെയിൻ ക്യാമറ ഹാസൽബ്ലേഡ് ടെക്നോളജി ആയിട്ടൊന്നും സപ്പോർട്ട് ചെയ്തില്ല. അത് OnePlus 9 Pro'നകത്തേ ഉള്ളൂ. അപ്പോൾ ആ കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർത്തേക്കണം. പിന്നെ ഈ സ്മാർട്ട് ഫോണകത്ത് OIS-ഉം കാര്യങ്ങളൊന്നുമില്ല, ഇതിനകത്ത് EIS ഉള്ളൂ. OnePlusന്റെ പഴയ സ്മാർട്ട് ഫോൺസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ OnePlus Nord, OnePlus 8, 7 അതിനകത്തൊക്കെ OIS സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് EIS ഉള്ളൂ. എനിക്കറിയത്തില്ല OnePlus എന്താ അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ ഫ്രണ്ട് ക്യാമറ 16 മെഗാപിക്സൽ ഉണ്ട്, അതേ സെയിം 16 മെഗാപിക്സൽ മെയിൻ ക്യാമറ തന്നെയാണ് ഈ സ്മാർട്ട് ഫോണകത്തും. അപ്പോൾ ഇതും 1080p വീഡിയോസ് റെക്കോർഡ് ചെയ്തുള്ളൂ ഫ്രണ്ട് ക്യാമറയ്ക്കകത്ത്. 4K അവർക്ക് തരായിരുന്നു. പക്ഷേ 4K റെക്കോർഡിംഗ് നിങ്ങൾക്ക് മെയിൻ ക്യാമറയ്ക്കകത്ത് ബാക്കിലെ മെയിൻ ക്യാമറയ്ക്കകത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സ്മാർട്ട് ഫോണകത്ത്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസും കാര്യങ്ങളൊക്കെ നല്ല തന്നെയാണ്. പക്ഷേ അവർ OIS അവർ ഈ വർഷം തന്നില്ല. പിന്നെ 48 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കഴിഞ്ഞ വർഷം കിട്ടിയ പോലെയൊക്കെ തന്നെ. അപ്പോൾ അത് കാരണം ക്യാമറാസിന്റെ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ OnePlus 9 അല്ലെങ്കിൽ 9 Pro ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. അതേ ഉള്ളൂ എനിക്ക് പറയാൻ ഇതിനകത്ത്. ഓവറോൾ ഇതിന്റെ ക്യാമറാസ് നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയതായിട്ട് ഫോട്ടോഗ്രാഫി എല്ലാം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഫോണിനകത്തും നിങ്ങൾക്ക് പോകാനൊക്കെ പറ്റും. അപ്പോൾ ഇതേ ഉള്ളായിരുന്നു ക്യാമറാസിനെ പറ്റി. നെക്സ്റ്റ് സ്മാർട്ട് ഫോണിന്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് Android 11-നകത്താണ് വന്നത്. ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് സുഖമായിട്ട് Android 14 വരെ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ OnePlus 8 വാങ്ങുവാണെങ്കിൽ അത് Android 13 വരെ കിട്ടത്തുള്ളൂ. പക്ഷേ ഇത് 14 വരെ കിട്ടുന്നുണ്ട്. ഇതിനകത്ത് സ്നാപ്ഡ്രാഗൺ 870 ഉണ്ട്. അപ്പോൾ Android 14 ഒക്കെ സുഖമായിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഒരു വർഷത്തെ എക്സ്ട്രാ സെക്യൂരിറ്റി പാച്ചിന്റെ അപ്ഡേറ്റും കിട്ടുന്നുണ്ട് Android 14 കഴിഞ്ഞിട്ടും. അപ്പോൾ ഇത് പിന്നെ ഇതിനകത്ത് ഓക്സിജൻ OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല UI തന്നെയാണ് ഓക്സിജൻ OS. ഓവറോൾ സോഫ്റ്റ്വെയറും കാര്യങ്ങളെ പറ്റി ഒരു കംപ്ലൈന്റും കാര്യങ്ങളൊന്നുമില്ല. OnePlusന്റെ നിങ്ങൾക്ക് അറിയിക്കും ഓക്സിജൻ OS നല്ല തന്നെയാണ്. ഓവറോൾ ഇത് തന്നെ ഉള്ളായിരുന്നു ഇതിന്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളെ പറ്റി. അപ്പോൾ നെക്സ്റ്റ് സ്മാർട്ട് ഫോണിന്റെ ബാറ്ററിയും കാര്യങ്ങളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് 4500 mAh ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ സ്മാർട്ട് ഫോണിനകത്ത്. പിന്നെ 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ബോക്സിനകത്ത് തന്നെ ചാർജറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് തന്നെ നല്ല കാര്യം തന്നെയാണ്. ഓവറോൾ ഇതിന്റെ ചാർജിങ് ടെക്നോളജി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല ചാർജിങ് ടെക്നോളജി തന്നെയാണ്. വേഗം തന്നെ ഫോൺ ചാർജും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ബാറ്ററി ബാക്കപ്പ് നല്ല തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 4500 mAh ഒരു ദിവസം ഫുള്ള് വരെ പോകും. അപ്പോൾ ഓവറോൾ ഇതിന്റെ ബാറ്ററിയും ചാർജിങ് ടെക്നോളജിയും നല്ല തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെയിം OnePlus 9 പോലെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ OnePlus 9R വാങ്ങിക്കണമെന്ന്. അപ്പോൾ OnePlus 9Rനകത്ത് നിങ്ങൾക്ക് OnePlus 9 കിട്ടുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ഇതിനകത്ത് വയർലെസ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ ഒന്നുമില്ല, ഹൈപ്പർ റേറ്റിംഗിൻ്റെ ഓപ്ഷൻ ഒന്നുമില്ല. പിന്നെ ക്യാമറാസും പെർഫോമൻസും കുറച്ച് വീക്കാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഈ സ്മാർട്ട് ഫോണിനകത്ത് നല്ല തന്നെയാണ്. പിന്നെ 40Kയുടെ പ്രൈസ് ബ്രാക്കറ്റിനകത്ത് തന്നെയാണ് നിങ്ങൾക്ക് OnePlus 9R കിട്ടുന്നത്. അപ്പോൾ ഇതിൽ വെർത്തി ഓപ്ഷൻ തന്നെയാണ്. നിങ്ങൾ എക്സ്ട്രാ കാശൊന്നും കൊടുത്തിട്ട് OnePlus 9ലോട്ടൊന്നും പോകണ്ട. ഇപ്പോൾ നിങ്ങളതിൽ കാശും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് OnePlus 9 Proയിലോട്ട് പോകുന്ന അതാണ് 9നേക്കാളും. നിങ്ങൾക്ക് OnePlus 9 മേടിക്കാനുള്ള കാശ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂട്ടിയിട്ട് OnePlus 9 Pro വാങ്ങിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ സേവ് ചെയ്തിട്ട് 9Rലോട്ട് പോവുക. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ OnePlus 9R ഇപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ 2-3 കൊല്ലമൊക്കെ സുഖമായിട്ട് പോകും. അപ്പോൾ ഇതേ ഉള്ളായിരുന്നു ഈ വീഡിയോക്കകത്ത്. ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് OnePlus 9Rനെ പറ്റി. അപ്പോൾ മാർക്കറ്റിൽ പതുക്കെ അവൈലബിൾ ആണ്, തുടങ്ങുമായിരിക്കും എല്ലായിടത്തും. ഇപ്പോൾ ചിലയിടത്തെ വന്നിട്ടുള്ളൂ OnePlus 9R. അപ്പോൾ ഇത് തന്നെ ഉള്ളായിരുന്നു ഈ വീഡിയോക്കകത്ത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.